റഷ്യക്ക് അത്യാധുനിക ബോംബുകൾ, മിസൈലുകൾ തുടങ്ങിയവയുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. എന്നാൽ 2007 റഷ്യ വികസിപ്പിച്ചെടുത്ത ബോംബാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 7100 കിലോ ഭാരമുള്ള ഒരു ഭീകരൻ റഷ്യൻ ബോംബ്. മറ്റുള്ള ബോംബ് ഒന്നും ഇതിനു മുന്നിൽ ഒന്നുമല്ല. ഈ ബോംബ് അറിയപ്പെടുന്നത് തന്നെ ഫാദർ ഓഫ് ഓൾ ബോംബ് എന്നാണ്. അതായത് ഫാദർ ഓഫ് ഓൾ ബോംബ് എന്നറിയപ്പെടുന്ന ഫോബ് ബോംബാണ് 2007 റഷ്യ വികസിപ്പിച്ചെടുത്തത്. ആണവേതര ബോംബുകളിൽ ഏറ്റവും കരുത്തുറ്റതും മാരകവും അതിവിനാശകാരിയുമാണ് ഈ ബോംബ്. അതിനുശേഷം റഷ്യ ചില യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇത് ഉപയോഗിച്ചിട്ടില്ല. തെർമോബെറിക് ബോംബ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബോംബാണ് ഫോബ് ബോംബ്. വളരെ ഉയർന്ന താപനിലയിൽ സ്ഫോടനം നടക്കുന്നു എന്നതാണ് തെർമോബെറിക് ബോംബുകളുടെ പ്രധാന സവിശേഷത. ഇത്രയ്ക്ക് ഉയർന്ന താപനില മൂലം ബോംബ് വിസ്ഫോടനം നടക്കുന്നതിന് ചുറ്റിലുമുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളും മറ്റ് ജൈവ വസ്തുക്കളും ഞൊടിയിടയിൽ ബാഷ്പമായി പോകും. എത്രത്തോളം വിനാശകാരിയാണ് ഈ ബോംബ് എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 2007 ഈ ബോംബിന്റെ പരീക്ഷണം റഷ്യൻ സൈന്യം ആദ്യമായി നടത്തിയത്. ഒരാണവ ബോംബ് വിസ്ഫോടനത്തിന് അതേ വ്യാപ്തിയും ശേഷിയുമുള്ളതാണ് ഈ ബോംബിന്റെയും വിസ്ഫോടനം. എന്നാൽ ആണവായുധത്തിന്റെ പരിസ്ഥിതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാകുകയുമില്ല. ഈ ഫോബ് ബോംബിനെ ഫാദർ ഓഫ് ഓൾ ബോംബ് എന്ന് വിളിക്കുന്നു. അപ്പോൾ പിന്നെ മദർ ഓഫ് ഓൾ ബോംബ് ഏതാണ്? യുഎസിന് മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്ന പേരിൽ അതീവ ശേഷിയുള്ള ഒരു ബോംബുണ്ട്. യുഎസിന്റെ ആണവതര ആയുധപ്പുരയിലെ ഏറ്റവും കരുത്തുറ്റ ബോംബാണ് ഇത്. അതുകൊണ്ട് ഇതിനെ മദർ ഓഫ് ഓൾ ബോംബ് എന്ന് വിളിക്കുന്നു. അതായത് റഷ്യയുടെ പക്കലുള്ളത് ഫാദർ ഓഫ് ഓൾ ബോംബും യുഎസിന്റെ പക്കലുള്ളത് മദർ ഓഫ് ഓൾ ബോംബും. മദർ ഓഫ് ഓൾ ബോംബ് എന്ന് വിളിക്കുന്ന യുഎസിന്റെ പക്കലുള്ള മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് അഥവാ MOABയെക്കാട്ടിലും ശേഷിയുള്ളതാണ് റഷ്യയുടെ പക്കലുള്ള ഫോബ് ബോംബ്. അമേരിക്കയുടെ MOABക്ക് 11 ടണ്ണാണ് TNT ശേഷി. അതേ സ്ഥാനത്ത് റഷ്യയുടെ ഫോബിന്റേതാവട്ടെ 44 ടണ്ണാണ് TNT. MOABയെക്കാട്ടിലും 4 ഇരട്ടി ശേഷി കൂടുതലാണ് ഫോബിന്. എന്നാൽ ഭാരത്തിന്റെ കാര്യത്തിൽ 7100 കിലോ ഭാരമുള്ള ഫോബ് MOABയേക്കാൾ ഭാരം കുറഞ്ഞതാണ്. സ്ഫോടനത്തിന്റെ 1000 അടി വ്യാസത്തിലുള്ള സ്ഥലം പൂർണ്ണമായി നശിപ്പിക്കാനും ഫോബിന് കഴിയും. ശീതയുദ്ധകാലം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അവസാനിച്ചെങ്കിലും യുഎസും റഷ്യയും തമ്മിലുള്ള എതിർചേരികൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ സാരഥ്യമേറ്റതോടെ ഈ മത്സരം കടുത്തിരിക്കുകയാണ്. 2003 US MOAB വികസിപ്പിച്ചതിന് മറുപടിയായിട്ടാണ് റഷ്യ 2007 ഫോബ് വികസിപ്പിച്ചത്. എന്നാൽ റഷ്യയുടെ ഈ ബോംബിനെ മറ്റൊരു രാജ്യത്തിന് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.